ഞാൻ വളർന്ന വീട്ടിൽ പലതരത്തിലുള്ള മാങ്ങകളുണ്ടായിരുന്നു. വെളുത്ത മൂവാണ്ടൻ, കറുത്ത മൂവാണ്ടൻ, മയിൽപീരിയൻ, ഒള്ളൂർ മാങ്ങ, പ്ലിയൂർ മാങ്ങ, പിന്നെ വേറെ എന്തൊക്കെ നീലം, അങ്ങനെ ഒരുപാട് പേരറിയാത്ത മാങ്ങകളും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് ഗൂഗിളൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് മാങ്ങയുടെ പേര് നോക്കി തപ്പി പിടിച്ചെടുക്കാനൊന്നും. അതുകൊണ്ട് പലതരത്തിലുള്ള ടേസ്റ്റ്, എനിക്ക് മാങ്ങയുടെ ടേസ്റ്റുകൾ ചെറുപ്പത്തിലേ അറിയാൻ കഴിഞ്ഞു. പിന്നെ അത് പോരാതെ ബന്ധുക്കാരുടെ വീട്ടിൽ പോയാലും ഇതുപോലെ മാങ്ങ സീസണിൽ എല്ലായിടത്തും മാങ്ങ തന്നെയല്ലേ കിട്ടുക. ഈ കാണിക്കുന്നത് പ്ലിയൂർ മാങ്ങയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് പുളിപ്പ് കുറവാണ്. അത് ഒരുവിധം എല്ലാവർക്കും അറിയാം ഇതിന് പുളിപ്പ് കുറവാണെന്ന്. പിന്നെ ആൾക്കാർ പ്ലിയൂർ മാങ്ങയിൽ നിന്ന് കുറച്ച് പിന്നോക്കമാണ്. കാരണം വെച്ചാൽ പ്ലിയൂർ മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ അതിൽ പുഴു ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ സ്കിന്ന് തീരെ തിന്നാണ്. തിന്ന് മാത്രമല്ല, അതിന് ടേസ്റ്റും ഉണ്ടാവും. പച്ചയ്ക്ക് തന്നെ നമുക്ക് തിന്നാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് കാരണം പുഴുവൊക്കെ നന്നായി കയറും. പോരാത്തത് ഇത് മാവ് പൂത്ത് കഴിഞ്ഞാലും പുഴു കയറും. ഈച്ച വന്ന്, കണ്ണീച്ച എന്ന് പറയും ഈ പ്രദേശത്ത്, അത് വന്ന് കയറി അതിൽ മുട്ടയിടും. അപ്പോൾ മുട്ടയിടുമ്പോൾ മാങ്ങ ഉണ്ടാവുന്നതോടുകൂടെ മാങ്ങയുടെ ഉള്ളിൽ മുട്ടയുണ്ടാവും. ഇനി അതല്ല, മാങ്ങ മൂത്ത് കഴിഞ്ഞാലും അതിൻ്റെ സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയാലും പല ഈച്ചകൾ വന്ന് അതിൻ്റെ അകത്ത് വന്ന് മുട്ടയിടും. നല്ല ടേസ്റ്റിയായ ഫ്ലഷാണ് ഇതിൻ്റെ. ഇപ്പോൾ ഈ ഓട്ട കാണുന്നത് അവിടെ ഒരു കുത്ത് കണ്ടു, അപ്പോൾ ഞാനത് ഓട്ടയിട്ടിട്ട് കളഞ്ഞതാണ്. വേറെ ഒരു ഭാഗത്തും മാങ്ങയ്ക്ക് ഒരു കുഴപ്പമില്ല. സാധാരണ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ മാങ്ങ പറിക്കും, എന്നിട്ട് ചൂടുവെള്ളത്തിൽ ഇത്തിരി ഉപ്പും ഇട്ടിട്ട് പെട്ടെന്ന് അതിൽ മുക്കി അതിന് പുറത്തെടുക്കുക ചെയ്യാറ്. അപ്പോൾ മാങ്ങയ്ക്കൊരു കേടും വരില്ല. അതിലെ മുട്ടയൊക്കെ അതിൽ തന്നെ ഡീകമ്പോസ് ചെയ്ത് പോകും. പിന്നെ ഇതിന് നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ. മാങ്ങ സാധാരണ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ 75 ഏജിൽ, ഞാൻ 75ലൊക്കെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ മാങ്ങ വന്നിട്ട് അന്ന് 3000-3500 ഒരു വലിയ മാവുണ്ടായിരുന്നു. അത് വീട്ടിൽ വിൽക്കാറുണ്ടായിരുന്നു. മാങ്ങക്കാർ റോട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ മാവ് പൂത്ത് എന്ന് കാണുമ്പോഴേക്കും അവർ വന്നു തുടങ്ങും. പലരും പല റേറ്റ് പറയും. ആരാ കൂടുതൽ റേറ്റിന് കോട്ട് ചെയ്യുന്നത് അയാൾക്ക് സാറിന് വിൽക്കും. അതൊക്കെ മാങ്ങ പൂത്ത് ഒരു മാസത്തിനുള്ളിൽ കഴിയും. മാങ്ങ അവിടെ മാവുമ്മ ഒരിക്കലും മരുന്നടിപ്പിക്കാറുണ്ടായിരുന്നില്ല പുഴു വരാതിരിക്കാൻ. കാരണം വേറെ ഒന്നുമല്ല, നമ്മളും ആ മാങ്ങ കഴിക്കാനാണ്, വിൽക്കാൻ മാത്രമല്ലല്ലോ. പിന്നെ മരുന്നടിച്ച മാങ്ങേനോട് എനിക്ക് വലിയ പ്രിയമൊന്നുമില്ല. എന്നാലും ഞാൻ കണ്ട പ്രിയൂർ മാങ്ങ ഞാൻ പുറത്തുനിന്ന് വാങ്ങും, വേറെ എൻ്റെ കയ്യിലില്ലെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ അത്തരത്തിലുള്ള സ്ഥലത്താണെങ്കിൽ. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ പ്രിയൂർ മാങ്ങ എനിക്ക് വാങ്ങേണ്ടി വരാറില്ല. എല്ലാ കൊല്ലം ആവശ്യത്തിനൊക്കെ ഉണ്ടാവാറുണ്ട്. വല്ല ഫ്ലാറ്റിലൊക്കെ ആകുമ്പോഴാണ് എനിക്ക് മാങ്ങ വാങ്ങേണ്ടി വരാറ്. പിന്നെ ഇത് ഞാനിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതൊക്കെ അരിഞ്ഞ് ഒരു സെറ്റ് കുപ്പിയിലാക്കി കഴിഞ്ഞു. ഒരു സെറ്റ് മാങ്ങ അത് ഫ്രീസ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുകയാണ് ആ കുപ്പിയിലാക്കിയത്. എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ മാങ്ങ നന്നായി അരിഞ്ഞ് മിക്സിയിലിട്ട് അരച്ച് ഫ്രീസറിൽ വെച്ചപ്പോൾ നിറച്ച് വെച്ച് കുപ്പി അങ്ങോട്ട് പൊട്ടി. കാരണം അത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ കുപ്പി പൊട്ടി. ഈ മാങ്ങ അതുപോലെ ഞാൻ അരച്ച് വയ്ക്കാൻ പോകില്ല, കഷ്ണമാക്കിയിട്ട് വയ്ക്കുള്ളൂ. അപ്പോൾ കുപ്പി പൊട്ടാനുള്ള സാധ്യത കുറവാണ്. പ്ലസ് ഇത്തിരി ഷുഗർ പാനി ഉണ്ടാക്കിയിട്ട്, പഞ്ചസാര പാനി ഉണ്ടാക്കിയിട്ട് അതും ഒഴിച്ച് വയ്ക്കും. അങ്ങനെ ഞാൻ എല്ലാ കൊല്ലം ചെയ്യാറുണ്ട്. പക്ഷേ കുപ്പി ഫില്ല് ചെയ്യുമ്പോൾ 3/4 ഭാഗം മാത്രമേ നിങ്ങൾ ഫില്ല് ചെയ്യാവൂ. എന്നാലും അത് എക്സ്പാൻഡ് ചെയ്താലും കുപ്പി പൊട്ടാതിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.